ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി ആ ഒരു കോറം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ. ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഒരു കോറം അവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ എത്ര പരീക്ഷകളാണ് നമുക്കുള്ളതെന്നുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. SBCID, KAT അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SI ജയിലർ തുടങ്ങി സകലവിധ ഡിഗ്രി ലെവൽ പരീക്ഷകളും നമുക്ക് വിളിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ്, LSDS ഒഴികെ ബാക്കിയുള്ള എല്ലാ പരീക്ഷകളും ഉണ്ട് വരുന്ന വർഷം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പഠിച്ചു തുടങ്ങുക. ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ പഠനം ആരംഭിക്കുക. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു ഓപ്ഷനും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ കിട്ടത്തില്ല, നിങ്ങളൊരു സ്കോളർഷിപ്പ് എക്സാം എഴുതണം. എന്നാണ് എക്സാം എഴുതേണ്ടത്, എക്സാമിന്റെ ഡീറ്റെയിൽസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം വരുന്നത് 8/12/2025 അല്ലെങ്കിൽ ഡിസംബർ 8-നാണ് നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം വരുന്നത് കേട്ടോ. ഡിസംബർ 8-നാണ് സ്കോളർഷിപ്പ് എക്സാം വരുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 11:59 വരെയുള്ള സമയം, രാത്രി 11:59 വരെയുള്ള സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എക്സാം എഴുതാം. ഡിസംബർ 8-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ 11:59 ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് എക്സാം എഴുതാം. അപ്പോൾ ജോലിയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അവർ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്ത് സമാധാനത്തോടെ എഴുതാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ മറന്നു പോകരുത്, ഡിസംബർ 8-ാം തീയതി 2 മണി മുതൽ 11:59 വരെയുള്ള സമയത്ത് ആ ഒരു രാത്രിയിൽ ആ ഒരു ടൈമിനകത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്സാം എഴുതാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പലരും ചോദിക്കും, ഞങ്ങൾ തുടക്കക്കാരല്ലേ, ഞങ്ങൾ എങ്ങനെയാണ് ഇത് മുഴുവൻ പഠിച്ച് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നേരത്തെ പഠിച്ച് തുടങ്ങിയവരുടെ മുമ്പിൽ എത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയം വരാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ബുദ്ധിമുട്ട് മാനിച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി പഠിക്കേണ്ട ടോപ്പിക്സ് നേരത്തെ അവൈലബിൾ ആക്കി തരും. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് കവർ ചെയ്യേണ്ടതെന്ന് നേരത്തെ ഇവിടെ തന്നേക്കുക. അതുകൊണ്ട് തന്നെ പഴയ ആളുകൾ പുതിയ ആളുകൾ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് കൃത്യമായിട്ട് ഈ ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വിജയത്തിലെത്താൻ പറ്റും. ആദ്യത്തെ വിജയികൾ 3 പേർക്കാണ് നമ്മളുടെ ഗോൾഡ് കോഴ്സ് നമ്മൾ ഫ്രീ ആക്കി തരുന്നത്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് നമുക്കൊന്ന് പറഞ്ഞതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. നാഷണൽ ഇൻകം, അതുപോലെ തന്നെ ടെൻസ്, DRDO, പ്രിയാമ്പിൾ, അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ്, സീസൺസ്, ജ്ഞാനപീഠം, ബ്യൂറോക്രസി, സോഷ്യൽ റിഫോമേഴ്സ്, പെർസെൻറ്റേജ്. ഇത്രയുമാണ് ടോപ്പിക്സ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? നാഷണൽ ഇൻകം, ടെൻസ്, DRDO, പ്രിയാമ്പിൾ, അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ്, സീസൺസ്, ജ്ഞാനപീഠം, ബ്യൂറോക്രസി, സോഷ്യൽ റിഫോമേഴ്സ്, പെർസെൻറ്റേജ്. ക്ലിയർ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചുകൊണ്ട് വരേണ്ടത്. ഇനി ഇവിടെയും നമുക്ക് പറ്റുന്ന ഒരു സഹായം ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട നോട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, ലിങ്ക് ഉണ്ട്. രജിസ്ട്രേഷൻ ഫോമിന് ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഈ നോട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ ഇൻകം മുതൽ പെർസെൻറ്റേജ് വരെയുള്ള നമ്മൾ തന്നേക്കുന്ന ഈ ടോപ്പിക്സിനകത്തുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തത് വായിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ മേഖലകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? അല്ലാതെ A to Z എല്ലാ കാര്യങ്ങളും നോക്കി വരേണ്ടതില്ല. സ്കോളർഷിപ്പ് എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് മുൻകൂർ നിങ്ങൾക്ക് ടോപ്പിക്സ് തരുന്നു. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നു. ആ നോട്ട് നിങ്ങൾ പഠിച്ചിട്ട് വന്ന് കൃത്യമായിട്ട് എക്സാം എഴുതുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വീഡിയോയുടെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ച് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. കാരണം എക്സാമിൻ്റെ ലിങ്ക് നമുക്ക് എൻട്രിയുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരുന്നതാണ്. എക്സാം എഴുതേണ്ട ലിങ്ക് കേട്ടോ, അതും അയച്ചു തരുന്നതാണ്. രജിസ്ട്രേഷൻ നടത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നോട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാവുന്ന എല്ലാം നിങ്ങൾ ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ പഠിക്കുക എന്നുള്ള മാത്രമാണ്. കൃത്യമായിട്ട് ആ ഡേറ്റിൽ ആ ടൈം മിസ്സാക്കാതെ വന്ന് എക്സാം എഴുതുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏതാണ് നമ്മുടെ ടൈം? 2 തൊട്ട് 11:59 കേട്ടോ. ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ 11:59 ഇടയ്ക്കുള്ള ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. ഡേറ്റ് മറക്കരുത്, ഡിസംബർ 8-ാം തീയതിയാണ് നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം ഡേറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. ടോപ്പിക്സ് മറക്കരുത്. ടോപ്പിക്സിന്റെ നോട്ട് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് മറക്കരുത്. എക്സാമിന്റെ ലിങ്ക് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് മറക്കരുത്. ടോപ്പിക്സിന്റെ നോട്ട് ഓൾറെഡി രജിസ്ട്രേഷൻ ഫോം
നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ടോപ്പിക്സിന്റെ നോട്ട് അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി എക്സാം എഴുതേണ്ടത് കൃത്യമായിട്ട് നിങ്ങളുടെ നമ്പറിലേക്ക്, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് എക്സാം എഴുതാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എക്സാം എഴുതി ശേഷം ആ ഒരു പോർട്ടലിൽ തന്നെ നിങ്ങൾ എൻട്രി ആപ്പിലേക്ക് കയറിയതിനു ശേഷമാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ എൻട്രി ആപ്പിൽ തന്നെ ആ ഒരു പോർട്ടലിൽ തന്നെ നിങ്ങളുടെ ലീഡർ ബോർഡൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്ക് എത്രയാണ്, നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് കാണാവുന്നതുമാണ്. ക്ലിയർ? അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് വന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഡേറ്റ് മറക്കരുത്. ഏതാണ്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്കോളർഷിപ്പ് എക്സാം ആണ്. ഇത് ഡിസംബർ 8-ാം തീയതി 2 മണി മുതൽ 11:59 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇത് എഴുതി വിജയിക്കുന്ന ആദ്യത്തെ 3 പേർക്ക് കൃത്യമായി നമ്മുടെ കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഒരു ബാച്ച് എൻ്റെ ഈ മാസം 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ബാച്ചാണ്, ലൈവ് ഗോൾഡ് ബാച്ചാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ഡിസംബർ 10-ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. കൃത്യമായിട്ട് സ്കോർ ബോർഡ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന, വിജയികളെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. 3 പേർക്ക് ഫ്രീ ആയിട്ടുള്ള അഡ്മിഷനും കൊടുക്കുന്നതാണ്. ബാക്കിയുള്ളവരുടെ മാർക്സും നിങ്ങളുടെ റാങ്കും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി പരിശോധിക്കാനുള്ള സാഹചര്യവും നമ്മുടെ ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. സെയിം എക്സാം എഴുതുന്ന ആ ഒരു പോർട്ടലിൽ തന്നെ ലൈവ് എക്സാംസ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്കും റാങ്കും മറ്റ് ഡീറ്റെയിൽസും അറിയാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഇതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം എഴുതുക. ആദ്യം വരാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ പഠനത്തിന്റെ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു അല്ലേ? നന്നായി പഠിക്കേണ്ടതിന്റെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. പലരും ചോദിക്കാറുണ്ട്, ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ഇത്രയും വന്നിട്ടില്ല, എങ്ങനെയാണ് ഒരു മോട്ടിവേഷൻ തരാമോ പഠിക്കാനായിട്ട് എന്നുള്ളത് ചോദിക്കാറുണ്ട്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ പരീക്ഷകളുടെ എണ്ണം തന്നെയാണ് മോട്ടിവേഷൻ, വേറെ ഒന്നും അല്ല. ഇത്രയധികം പരീക്ഷകൾ എനിക്ക് തോന്നുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും LSGS-ഉം KAS-ഉം ഒഴികെ ബാക്കി ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ഇതൊക്കെ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഗവൺമെന്റ് നമ്മുടെ ഡിഗ്രി ലെവൽ PSC എക്സാംസ് ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അപ്പം സാഹചര്യങ്ങളുടെ സാധ്യതകളുടെ ഒരു മധ്യത്തിൽ ഇങ്ങനെ നമ്മൾ അതിന് നടുക്ക് കയറി നിൽക്കുവാണ് അല്ലെ? നമ്മുടെ കൈയെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ നമുക്ക് ചുറ്റും പരീക്ഷകൾ അല്ലേ? അപ്പോൾ അത് ഉപയോഗപ്പെടുത്താതെ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറെ പേര് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം ടൈറ്റ് ആയിട്ടൊരു കോമ്പറ്റീഷൻ ആയിരിക്കും അവിടെ അനുഭവപ്പെടുന്നത്. പക്ഷേ കുറെ പേര് കുറെ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴോ നമുക്ക് ജോലി കിട്ടാനുള്ള പ്രോബബിലിറ്റി അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഈ സാധ്യതകൾ വീണ്ടും നമുക്ക് കിട്ടത്തില്ല എന്നുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ല എന്നൊരു മനോഭാവത്തിൽ വേണം നമ്മളുടെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ്. ആ ഒരു സീരിയസ്നെസ് നമ്മൾ എപ്പോഴും പുലർത്തണം. നന്നായി പഠിക്കുക. ഇതൊരു തുടക്കമാവട്ടെ. സ്കോളർഷിപ്പ് എക്സാമുകളുടെ ചാകരയാണ് വരുന്നത്. ഏതെങ്കിലും ഒരു പരീക്ഷയിൽ നല്ല ഒരു മാർക്ക് വാങ്ങി നല്ല ഒരു റാങ്കിലേക്ക് എത്തി നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക്, ജോലിയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു.